നോർത്തേൺ പാകിസ്ഥാനിൽ ഇഷാൻ അഹമ്മദ് എന്നു പേരുള്ള വളരെ പ്രശസ്തനായ ഒരു ഡോക്ടറുണ്ട്. ഒരിക്കൽ ഡോക്ടേഴ്സിൻ്റെ ഒരു ഇൻ്റർനാഷണൽ കോൺഫറൻസിൽ പങ്കെടുക്കുവാനായിട്ട് അദ്ദേഹം പാകിസ്ഥാനിൽ നിന്ന് വായുമാർഗം യാത്ര ചെയ്യുകയായിരുന്നു. എന്നാൽ കുറച്ചു മണിക്കൂറുകൾ യാത്ര ചെയ്തപ്പോൾ പെട്ടെന്ന് കാലാവസ്ഥ പ്രതികൂലമാവുകയും തൊട്ടടുത്ത ഒരു എയർപോർട്ടിൽ വിമാനം സേഫായി ലാൻഡ് ചെയ്യുകയും ചെയ്തു. ഇനിയും വളരെ മണിക്കൂറുകൾക്ക് ശേഷം മാത്രമേ കാലാവസ്ഥ അനുകൂലമായെങ്കിൽ മാത്രമേ ഈ വിമാനം ഈ എയർപോർട്ടിൽ നിന്നും ടേക്ക് ഓഫ് ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ എന്ന് അധികൃതർ അറിയിച്ചു. എങ്കിലും തനിക്ക് അത്യാവശ്യമായിട്ട് കോൺഫറൻസിൽ പങ്കെടുക്കേണ്ടത് ഉള്ളതുകൊണ്ട് അദ്ദേഹം ആ വിമാനത്താവളത്തിൽ നിന്നും ഒരു ടാക്സി എടുത്തു തൻ്റെ ലക്ഷ്യസ്ഥാനത്തേക്ക് യാത്ര തിരിച്ചു. എന്നാൽ കുറച്ചു ദൂരം ചെന്നപ്പോൾ വീണ്ടും ശക്തമായ കാറ്റും പേമാരിയും ഉണ്ടായി. ടാക്സി ഡ്രൈവർ പറഞ്ഞു, ഇനി ഒരിക്കലും ഒരടി പോലും നമുക്ക് മുൻപോട്ട് യാത്ര ചെയ്യുക വളരെ പ്രയാസമാണ് എന്ന് തോന്നി. അദ്ദേഹം പലരെയും കോണ്ടാക്ട് ചെയ്യുവാൻ ശ്രമിച്ചുവെങ്കിലും അദ്ദേഹത്തിൻ്റെ ഫോണിൻ്റെ സിഗ്നൽ നഷ്ടപ്പെട്ടു. അപ്പോൾ ടാക്സി ഡ്രൈവർ വീണ്ടും പറഞ്ഞു, ഇത്ര ശക്തമായ കാറ്റിലും മഴയിലും നമ്മൾ ഈ വാഹനത്തിൽ ഇരിക്കുന്നത് അത്ര സുരക്ഷിതമല്ല, അതുകൊണ്ട് നമുക്ക് തൊട്ടടുത്തുള്ള ഏതെങ്കിലും വീടുകളിൽ കയറിയിരിക്കാം എന്ന് പറഞ്ഞു. അവർ സമീപത്തേക്ക് വീക്ഷിച്ചപ്പോൾ ഒരു ചെറിയ കുടിൽ കണ്ടു. അതിൻ്റെ ഇളം തിണ്ണയിൽ അവർ കയറിയിരുന്നു. ആ വീടിൻ്റെ വാതിലുകൾ തുറന്നു നോക്കിയപ്പോൾ ഒരു വൃദ്ധയായ സ്ത്രീ മുട്ടിന്മേൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നതാണ് കണ്ടത്. ആ വൃദ്ധയുടെ സമീപത്ത് ഒരു ബാലൻ കട്ടിലിൽ കിടക്കുന്നുമുണ്ട്. വൃദ്ധയുടെ നിസ്കാരമെല്ലാം കഴിഞ്ഞപ്പോൾ ഡോക്ടർ ഇഷാൻ അഹമ്മദ് ആ വൃദ്ധയായ സ്ത്രീയോട്, ഉമ്മ, ഞങ്ങൾക്ക് അല്പം വെള്ളം തരുമോ എന്ന് ചോദിച്ചു. ആ സ്ത്രീ സ്നേഹത്തോടുകൂടി അവർക്ക് വെള്ളം കൊടുത്തു. വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുന്നതിൽ ഡോക്ടർ ഇഷാൻ അഹമ്മദ് ഒന്നുകൂടി അകത്തേക്ക് നോക്കി ആ ബാലനെ ചൂണ്ടി ചോദിച്ചു, ഈ കുഞ്ഞിന് എന്തു പറ്റി എന്ന്. അപ്പോൾ ആ ഉമ്മ പറഞ്ഞു, ഇത് എൻ്റെ കൊച്ചുമകനാണ്. ഇവനൊരു മാറാവ്യാധി പിടിച്ചിരിക്കുകയാണ്. ഇവനെ ചികിത്സിക്കുന്നതിനായിട്ട് എൻ്റെ ഇക്കണ്ട സമ്പാദ്യമെല്ലാം മുടക്കിയാണ് ഞാൻ ഈ അവസ്ഥയിലായത്. എന്നാൽ വടക്കൻ പാകിസ്ഥാനിൽ പ്രഗത്ഭനായ ഒരു ഡോക്ടർ ഉണ്ടെന്ന് കേട്ടു. അദ്ദേഹത്തിൻ്റെ അടുത്ത് എത്തിച്ചാൽ എൻ്റെ കുഞ്ഞിന് സൗഖ്യം വരുമെന്ന് പലരും പറഞ്ഞു. പക്ഷേ അദ്ദേഹത്തിൻ്റെ അടുത്ത് എത്തിക്കുവാനോ അദ്ദേഹത്തെ കാണുവാനോമുള്ള സൗകര്യങ്ങളോ ആൾബലമോ സാമ്പത്തികമോ ഒന്നും എനിക്കില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ എൻ്റെ കുഞ്ഞിനു വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കുകയാണ്, ദൈവം എനിക്കൊരു വഴി ഒരുക്കി തരും എന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ ഇഷാൻ അഹമ്മദ് വളരെ സ്നേഹത്തോട് ചോദിച്ചു, ഉമ്മ, ഞാനും വടക്കൻ പാകിസ്ഥാനിൽ നിന്നാണ്, ആ ഡോക്ടറുടെ പേരെന്താണ് എന്ന് ചോദിച്ചു. അപ്പോൾ ആ ഉമ്മ പറഞ്ഞു, മോനെ, ആ ഡോക്ടറുടെ പേര് ഇഷാൻ അഹമ്മദ് എന്നോ മറ്റോ ആണ് എന്ന് പറഞ്ഞു. ഉടനെ തന്നെ ആ ഡോക്ടർ 2 കൈകളും കൂപ്പി കരഞ്ഞുകൊണ്ട് നിന്നു. അപ്പോൾ ആ ഉമ്മ ചോദിച്ചു, എന്തു പറ്റി മകനെ എന്ന് ചോദിച്ചു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഉമ്മ, തിരക്കിക്കൊണ്ടിരിക്കുന്ന ആ ഡോക്ടർ ഇഷാൻ അഹമ്മദ് ഞാൻ തന്നെയാണ്. ഉമ്മയുടെ പ്രാർത്ഥനയാണ്, ഉമ്മയുടെ വിശ്വാസത്തോടു കൂടിയ നിരന്തരമായ പ്രാർത്ഥനയാണ് ലോകത്തിൽ എവിടെയോ ഇപ്പോൾ ആയിരിക്കേണ്ട എന്നെ അമ്മയുടെ ഈ കുടിലിൽ എത്തിച്ചത് എന്ന്. പലപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ പ്രത്യാശ നഷ്ടപ്പെട്ട് രക്ഷ പ്രാപിക്കുമോ എന്നുള്ള ഒരു സംശയത്തിലേക്ക് നാം എത്തിച്ചേരാറുണ്ട്. അത് തന്നെയാണ് ഇന്നത്തെ വേദഭാഗത്തിലും വിശുദ്ധ ലൂക്കോസ് എവൻഗലിസ്തായുടെ സുവിശേഷം 13-ാം അധ്യായം 22 മുതൽ 35 വരെയുള്ള വേദഭാഗങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഒരു മനുഷ്യൻ യേശുദമ്പുരാനോട് ചോദിക്കുന്നു, ഗുരു, രക്ഷ പ്രാപിക്കുന്നവർ ചുരുക്കമാണോ എന്ന. യേശുദമ്പുരാന്റെ അത്ഭുത പ്രവൃത്തികളും അടയാളങ്ങളും ഒക്കെ കണ്ട മനുഷ്യനാണ് യേശുദമ്പുരാനോട് ചോദിക്കുന്നത്, ഗുരു, രക്ഷ പ്രാപിക്കുന്നവർ ചുരുക്കമാണോ എന്ന. ഇന്നത്തെ ദിവസത്തിന് യഹോവയുടെ രക്ഷയെ പ്രകീർത്തിക്കുന്ന ഒരു ദിനം കൂടിയാണ്.
നമുക്കറിയാവുന്നതുപോലെ ജൂലൈ മാസം 20-ാം തീയതി അഗ്നിതുല്യനായ പ്രവാചകനെ ഏലിയ പ്രവാചകന്റെ ഓർമ്മ കൂടിയാണ്. ഏലിയ പ്രവാചകന്റെ ജീവിതവും യഹോവ തന്നെ ദൈവം എന്ന് ഉദ്ഘോഷിക്കുന്നതാണ് ഏലിയ പ്രവാചകന്റെ ജീവിതം. നമുക്കറിയാം, പഴയ നിയമങ്ങളിൽ അഗ്രഗണ്യനായ ഏലിയ പ്രവാചകൻ ഇസ്രായേൽ ചരിത്രത്തിന്റെ നിർണായകമായ ഘട്ടത്തിൽ ദൈവത്തിന്റെ സ്വന്തം ജനത്തെ വിഗ്രഹാരാധനയിൽ നിന്നും വീണ്ടെടുത്ത് സത്യദൈവമായ യഹോവയെ ആരാധിക്കുവാൻ പ്രേരിപ്പിച്ച ശ്രേഷ്ഠനായ പ്രവാചകനാണ് ഏലിയ പ്രവാചകൻ. അഗ്നിയുടെ പ്രവാചകൻ എന്ന ഏലിയ പ്രവാചകനെ വിശേഷിപ്പിക്കുന്നു. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം മുതൽ അവസാന പുസ്തകമായ വെളിപാട് പുസ്തകം വരെ വിശുദ്ധ വേദപുസ്തകത്തിൽ ഉടനീളം ഒളിഞ്ഞും തെളിഞ്ഞും നിലനിൽക്കുന്ന പ്രവാചകനാണ് ഏലിയ പ്രവാചകൻ. മറ്റു പ്രവാചകന്മാരെ പോലെ വംശപാരമ്പര്യമോ വ്യക്തമായ ഒരു ഇൻട്രഡക്ഷനോ ഒന്നും നൽകാതെ വിശുദ്ധ വേദപുസ്തകത്തിൽ പ്രത്യക്ഷപ്പെടുന്ന പ്രവാചകനാണ് ഏലിയ പ്രവാചകൻ. ഗിലെയാദിലെ തിസ്ബയിൽ നിന്നുള്ള ഈ പ്രവാചകന്റെ പൂർവ്വ ചരിത്രത്തെ പറ്റിയുള്ള അറിവുകൾ നമുക്ക് വളരെ ദുർലഭമാണ്. പുരോഹിതനും രാജാവുമായ മൽക്കീസദേക്കിനെ പോലെ പിതാവോ മാതാവോ വംശപാരമ്പര്യമോ ഇല്ലാതെ പഴയ നിയമ ചരിത്രത്തിൽ നിറഞ്ഞു നിൽക്കുകയും പുതിയ നിയമത്തിൽ ഏറെ പരാമർശിക്കപ്പെടുകയും ചെയ്യുന്ന ഈ പ്രവാചകന്മാരിൽ തലവനായ മോശയ്ക്ക് സമശീർഷകനാണ്. ഏലിയ പ്രവാചകന്റെ തിരിച്ചുവരവ് രേഖപ്പെടുത്തിക്കൊണ്ടാണ് പഴയ നിയമത്തിലെ അവസാന പുസ്തകമായ മലാഖി പ്രവാചകന്റെ പുസ്തകം അവസാനിപ്പിക്കുന്നത്. പുതിയ നിയമത്തിൽ ഏലിയാവ് തിരിച്ചു വന്നതായി യേശു തമ്പുരാൻ സാക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. മോശയെ പോലെ സീനായി പർവ്വതത്തിൽ ദൈവത്തിന്റെ സാന്നിധ്യത്തെ തിരിച്ചറിയുകയും നെബോ പർവ്വത സാനുക്കളിൽ തന്റെ ഭൗതിക യാത്ര അവസാനിപ്പിക്കുകയും ചെയ്ത ഏലിയ പ്രവാചകൻ മോശയോടൊപ്പം മനുഷ്യപുത്രന്റെ തേജസ്കരണ വേളയിൽ സന്നിഹിതനായിരുന്നുവെന്നും നമുക്ക് അറിവുള്ളതാണല്ലോ. യഹൂദ പാരമ്പര്യമനുസരിച്ച് അവരുടെ പെസഹ പെരുന്നാളിൽ പെസഹ ഭക്ഷിക്കുമ്പോൾ ഒരു കസേര മാറ്റിവെക്കുന്ന പതിവുണ്ട്. അതായത് തങ്ങളുടെ പെസഹ പെരുന്നാളിൽ അതിഥിയായി എത്തുന്ന പ്രവാചകനായിട്ട് ഏലിയ പ്രവാചകനെ അവർ പ്രതീക്ഷിക്കാറുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ വിശുദ്ധ കുർബാനയിലും ഏലിയ പ്രവാചകന്റെ ആ വാക്കുകൾ തന്നെയാണ് പുരോഹിതൻ ഉരുവിടുന്നതും. ഗ്രീക്ക് സഭയിൽ ഏലിയ പ്രവാചകൻ ഗിരിശിബിരങ്ങളുടെ മധ്യസ്ഥനാണ്. കർമ്മലീത്ത നിഷ്പാദക സഭയിൽ അദ്ദേഹം സ്ഥാപക തുല്യനായ പ്രവാചകനാണ്. എന്നാൽ മുസ്ലിം മതവിശ്വാസികൾക്ക് അദ്ദേഹം എൽഗുദാർ എന്ന നിത്യ സഞ്ചാരിയാണ്. പരിശുദ്ധനായ പരിമല തിരുമേനിയുടെ ജീവിതത്തിലും ഏലിയ പ്രവാചകന്റെ മധ്യസ്ഥത ഏറ്റവും അനുഗ്രഹീതമായിരുന്നുവെന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പരിമല തിരുമേനിയുടെ ഊർശിലേം യാത്രാ വിവരണത്തിൽ പരിമല തിരുമേനി പറയുന്നുണ്ട്, അദ്ദേഹം ഊർശിലേമിലേക്ക് പോകുമ്പോൾ ശക്തമായ കൊടുങ്കാറ്റിൽ കപ്പൽ ആടി ഉലഞ്ഞപ്പോൾ ഏലിയ പ്രവാചകന്റെ മധ്യസ്ഥതയിൽ അഭയം പ്രാപിക്കുകയും ആ കപ്പൽ ഛേദത്തിൽ നിന്ന് രക്ഷ പ്രാപിക്കുകയും ചെയ്തു. തിരികെ എത്തിയപ്പോൾ അതിന് നന്ദി സൂചകമായിട്ടാണ് പരിശുദ്ധനായ പരിമല തിരുമേനി കോട്ടയത്തും ബുദ്ധനൂരും ഏലിയ പ്രവാചകന്റെ നാമത്തിൽ ഓരോ കുരിശ് സ്ഥാപിച്ച് ഇന്ന് ദൈവാലയങ്ങളായിട്ട് മാറിയത്. ഏലിയ പ്രവാചകന്റെ ജീവിതം 2 ചിന്തകൾ നമ്മോട് പങ്കുവയ്ക്കുന്നുണ്ട്. ഒന്നാമതായി, നമ്മുടെ കർമ്മത്താൽ നമ്മുടെ നാമങ്ങളെ അന്വർത്ഥമാക്കുന്നവരായിട്ട് തീരുക. നമ്മുടെ കർമ്മത്താൽ നമ്മുടെ നാമത്തെ അന്വർത്ഥമാക്കുന്നവരായിട്ട് തീരുക. മാനിഫെസ്റ്റ് ദ മീനിങ് ഓഫ് അവർ നെയിംസ് ത്രൂ അവർ ഡീഡ്സ്. നമ്മുടെ കർമ്മത്താൽ നമ്മുടെ നാമത്തെ അന്വർത്ഥമാക്കുന്നവരായിട്ട് തീരുക. നമുക്കറിയാം, ഒരു കുഞ്ഞ് ഉദരത്തിൽ ഉരുവാകുന്ന നാൾ മുതൽ നമ്മൾ ആ കുഞ്ഞിന് ആൺകുഞ്ഞാണെങ്കിലും പെൺകുഞ്ഞാണെങ്കിലും നല്ലൊരു നാമം നോക്കി വെക്കും. ഇന്നത്തെ യങ് ജനറേഷനൊക്കെ ആണെങ്കിൽ ഗൂഗിളിൽ നല്ലപോലെ സെർച്ച് ചെയ്ത് നല്ല അർത്ഥമുള്ള ഒരു പദം, ഒരു നാമം ആ കുഞ്ഞിന് കണ്ടുപിടിക്കുകയും അതിനെ നാമകരണം ചെയ്യുകയും ചെയ്യും.
ഏലിയാവ് എന്ന വാക്ക് ഏലിയാഹു എന്ന എബ്രായ പദത്തിൽ നിന്നും ഉണ്ടായതാണ്. എലോഹീം, യാഹവേ എന്നീ രണ്ട് എബ്രായ പദങ്ങൾ ചേർന്നാണ് ഏലിയാവ് എന്ന വാക്ക് ഉണ്ടായത്. എലോഹീം യാഹവേ എന്ന് പറഞ്ഞാൽ യഹോവ ദൈവമാകുന്നു എന്നാണ് അർത്ഥം. ഏലിയാ പ്രവാചകൻ തൻ്റെ കർമ്മങ്ങളിലൂടെ തൻ്റെ നാമത്തെ അന്വർത്ഥമാക്കുന്ന പ്രവാചകനായിട്ട് തീർന്നു. നമുക്കറിയാം, ആഹാബ് രാജാവ് പുറജാതിക്കാരിയായ തൻ്റെ ഭാര്യയായ ഇസബേലിൻ്റെ വാക്കുകൾ കേട്ട് സത്യദൈവമായ യഹോവയെ ആരാധിക്കൽ നിന്നും ഇസ്രായേൽ മക്കളെ പിന്തിരിപ്പിക്കുകയും ബാലിൻ്റെയും അശേരായുടെയും ബിംബങ്ങളെ ഉണ്ടാക്കി അവയെ ആരാധിക്കുവാൻ ദൈവത്തിൻ്റെ തെരഞ്ഞെടുക്കപ്പെട്ട ജനത്തെ ആഹ്വാനം ചെയ്യുകയും ചെയ്തു. ഇസ്രായേലിൻ്റെ എല്ലാ പ്രവാചകന്മാരെയും ആഹാബ് രാജാവ് കൊന്നുകളഞ്ഞു. ദൈവത്തിൻ്റെ പ്രവാചകനായ ഏലിയാവ് മാത്രം ശേഷിച്ചു. കർമ്മേൽ പർവ്വതത്തിൽ ബാലിൻ്റെ 400 പ്രവാചകന്മാരെയും അശേരായുടെ 400 പ്രവാചകന്മാരുടെയും വിളിച്ചു കൂട്ടിയിട്ട് ദൈവത്തിനു വേണ്ടി ഏലിയാവ് മാത്രം നിലകൊണ്ടിട്ട് യാഗപീഠമൊരുക്കി കാളയെ അറുത്ത് യാഗപീഠത്തിന് മേൽ വെച്ചു. അഗ്നി കൊണ്ട് ഉത്തരമരുളുന്ന ദൈവമാണ് സത്യദൈവം എന്ന ജനത്തോട് പറഞ്ഞു. ബാലിൻ്റെയും അശേരായരുടെയും 400 പ്രവാചകന്മാർ നിരന്തരം നിലവിളിച്ച് അവരുടെ ദേവന്മാരോട് അപേക്ഷിച്ചു. എന്നാൽ ആ ദേവന്മാർ ഉത്തരമരുളിയില്ല. എന്നാൽ ഏലിയ പ്രവാചകൻ ഹൃദയം നുറങ്ങി, കർത്താവേ, എന്നോട് ഉത്തരമരുളി ചെയ്യണമേ എന്ന് പറഞ്ഞപ്പോൾ സ്വർഗത്തിൽ നിന്നും അഗ്നി ഇറങ്ങി ആ യാഗപീഠത്തിലെ കാളക്കുട്ടിയെയും യാഗപീഠത്തിലെയും അതിനു ചുറ്റുമുള്ള വെള്ളത്തെയും വറ്റിച്ചു കളഞ്ഞു. ഉടനെ ജനമെല്ലാം ആർത്തു വിളിച്ചു, ഏലോഹീം യാഹവേ എന്ന, യഹോവ തന്നെ ദൈവം എന്ന് പറഞ്ഞു. ഏലിയ പ്രവാചകനെ പോലെ നാമും നമ്മുടെ പ്രവൃത്തികൾ കൊണ്ട് നമ്മുടെ നാമത്തെ അന്വർത്ഥമാക്കി തീർക്കുന്നവരായിട്ട് തീരണം. നമ്മുടെ എല്ലാം പേരുകൾക്ക് ഒരു അർത്ഥമുണ്ട്. പലപ്പോഴും നമ്മുടെ പ്രവൃത്തികൾ ഈ പേരിൻ്റെ അർത്ഥത്തോട് ഒരിക്കലും തുലനം ചെയ്യുന്നതല്ല, വിപരീതമാണ്. അതുകൊണ്ട് ഏലിയ പ്രവാചകനെ പോലെ നമുക്കും നമ്മുടെ കർമ്മത്താൽ നമ്മുടെ നാമത്തെ അന്വർത്ഥമാക്കുന്നവരായിട്ട് തീരാം. മാനിഫെസ്റ്റ് ദ മീനിങ് ഓഫ് അവർ നെയിംസ് ത്രൂ അവർ ഡീഡ്സ്. രണ്ടാമതായിട്ട് ഏലിയ പ്രവാചകൻ നമ്മോട് ഉദ്ഘോഷിക്കുന്നത് നിശബ്ദതയിൽ ദൈവ സാന്നിധ്യത്തെ തിരിച്ചറിയുന്നവരായിട്ട് തീരുക. നിശബ്ദതയുടെ നിർമ്മലതയിൽ ദൈവ സാന്നിധ്യത്തെ തിരിച്ചറിയുന്നവരായിട്ട് തീരുക. റിയലൈസ് ദ പ്രസൻസ് ഓഫ് ഗോഡ് ബൈ ദ പ്യൂരിറ്റി ഓഫ് സൈലൻസ്. നിശബ്ദതയുടെ നിർമ്മലതയിൽ ദൈവസാന്നിധ്യത്തെ തിരിച്ചറിയുന്നവരായിട്ട് തീരുക. പലപ്പോഴും നമ്മുടെ ഇന്നത്തെ പെരുന്നാൾ ആഘോഷങ്ങളും ആചാരങ്ങളുമൊക്കെ വലിയ വലിയ ശബ്ദ കോലാഹലങ്ങൾക്ക് അടിമപ്പെട്ടു പോകുന്നു. അവിടെയാണ് ഈ പ്രവാചകന്റെ സന്ദേശം ഇന്നും മാറ്റുകൊള്ളുന്നത്. ഏലിയ പ്രവാചകൻ നെബോ പർവ്വത സാനുക്കളിൽ യഹോവയുടെ ശബ്ദം കേൾക്കുവാനായിട്ട് കാത്തിരിക്കുകയാണ്. ഉടനെ പാറകളെ പിളർന്നുകൊണ്ട് വലിയൊരു ഇടിമുന്നലുണ്ടായി. അതായിരിക്കും, ആ ശബ്ദത്തിലൂടെ യഹോവ തന്നോട് സംസാരിക്കുമെന്ന് ഏലിയാവ് പ്രതീക്ഷിച്ചു. എന്നാൽ അതിൽ യഹോവയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നില്ല. ഉടനെ ശക്തമായ ഒരു കൊടുങ്കാറ്റടിച്ചു. അതിലും യഹോവ തന്നോട് സംസാരിക്കുമെന്ന് ഏലിയാവ് പ്രതീക്ഷിച്ചു. അതിലും യഹോവയുടെ സാന്നിധ്യം അനുഭവിച്ചറിയുവാനായിട്ട് ഏലിയാവിന് കഴിഞ്ഞില്ല. ക്ഷമയോടെ കാത്തിരുന്നപ്പോൾ ഒരു ചെറിയ മന്ദസ്വരത്തിലൂടെ യഹോവ ഏലിയാവിനോട് സംസാരിച്ചു. അവനെ ശക്തീകരിച്ചു. ദൈവവേലയ്ക്കായിട്ട് അവനെ പുലർത്തുകയും ചെയ്തു. നാമും നിശബ്ദതയുടെ നിർമ്മലതയിൽ ദൈവ സാന്നിധ്യബോധം ഉള്ളവരായിട്ട് തീരണം. സങ്കീർത്തനക്കാരൻ പറയുന്നത് പോലെ, മിണ്ടാതിരിഞ്ഞ് ഞാൻ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുവീൻ എന്നുള്ള ഒരു വാക്യം നമ്മെ ഭരിക്കേണ്ടതാകുന്നു. എപ്പോഴും നമ്മുടെ ഉള്ളിലേക്ക് ഒന്ന് നോക്കുവാനായിട്ട് ശ്രമിക്കണം. സൈലൻസിനെ കുറിച്ച് 3 കാര്യങ്ങൾ പറയുന്നുണ്ട്. ബി സൈലന്റ് വെൻ യു ആർ ആംഗ്രി, ബി സൈലന്റ് വെൻ പീപ്പിൾ ഡു നോട്ട് വാല്യൂ യുവർ വേർഡ്സ്, ആൻഡ് ബി സൈലന്റ് വെൻ യു വാണ്ട് ടു ലിസൺ ടു ഗോഡ്. നിങ്ങൾ ദേഷ്യപ്പെടുമ്പോൾ, നിങ്ങൾക്ക് ദേഷ്യമുള്ളപ്പോൾ നിങ്ങൾ നിശബ്ദരായി തീരണം.
മറ്റുള്ളവർ നിങ്ങളുടെ വാക്കുകളെ വിലമതിക്കാതെ വരുമ്പോൾ നിങ്ങൾ നിശബ്ദരായിട്ട് തീരണം. നിങ്ങൾ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുവാനായിട്ട് ആഗ്രഹിക്കുമ്പോൾ നിങ്ങൾ നിശബ്ദരായിട്ട് തീരണം. നമുക്കും നമ്മുടെ ജീവിതത്തിലൂടെ, നമ്മുടെ കർമ്മങ്ങളിലൂടെ നമ്മുടെ ദൈവനാമത്തെ മഹത്വപ്പെടുത്തുവാനും നിശബ്ദതയുടെ നിർമ്മലതയിൽ ദൈവസാന്നിധ്യ ബോധമുള്ളവരായി തീർന്ന് ദൈവത്താൽ രക്ഷ പ്രാപിക്കുവാനും ദൈവത്തിൻ്റെ പരിശുദ്ധ രൂഹ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.